മിക്സഡ് റിവ്യൂസ് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ചിത്രം തിയേറ്ററുകളിൽ കണ്ടില്ല. OTT വന്നതിന് ശേഷം ഇന്നലെയാണ് ഞാൻ ഈ ചിത്രം കാണുന്നത്. ചിത്രം ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായ പ്രതിച്ഛായ. മിക്സഡ് റിവ്യൂസ് വന്ന സിനിമയായതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞാൻ ഈ ചിത്രം കണ്ടു തുടങ്ങിയത്. പക്ഷെ തുടക്കം മുതൽ അവസാനം വരെ ഈ ചിത്രത്തിന് ഒരു നല്ല മീഡിയം ഫ്ലോ ഉണ്ടായിരുന്നു. അതായത് ചിത്രം ഹൈയും ആവുന്നില്ല, തീരെ ലോ ആവുന്നില്ല. അതായത് ഒരു ന്യൂട്രൽ ലെവൽ പോകുന്ന സിനിമ. കഥയിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയായ അച്ഛന്റെ കളങ്കപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന നായകനായ മകൻ. ഈ ചിത്രത്തിൽ വില്ലൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രമേയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഫ്രഷായും മനസ്സിൽ പതിഞ്ഞതുമായ ഒരു പെർഫോമൻസ് ആയിരുന്നു നടൻ ബാലചന്ദ്ര മേനോന്റെ കഥാപാത്രം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസിനും ഓറയ്ക്കും ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളത് ഈ ചിത്രത്തിൽ അദ്ദേഹം വരുന്ന ഓരോ സീനിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നടൻ നിഷാന്ത് സാഗർ ഒഴികെ ബാക്കി എല്ലാവരും പെർഫോമൻസ് വൈസ് അടിപൊളിയാണ്. നിഷാന്ത് സാഗർ മിക്ക സീനുകളിലും എന്തോ ഫോഴ്സ്ഡ് ആയി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. മൊത്തത്തിൽ ചിത്രം കൊള്ളാം. പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് കുറച്ചും ഒരു ഡോസ് കൂടിയ ഐറ്റമാണെന്ന് മാത്രം. ഒരു രാഷ്ട്രീയ ചിത്രം, ഒപ്പം വളരെ സ്റ്റാർ വാല്യൂ ഉള്ള നായകൻ. എന്നിട്ടും ഹൈ ഡോസ് മാസ് സീനുകൾ ഈ ചിത്രത്തിലില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഫൈറ്റ് സീനുകളല്ല, പകരം തീ പാറുന്ന ഡയലോഗ് സീനുകളാണ്. ദി കിങ്, രാഷ്ട്രം, കമ്മീഷണർ എന്നീ ചിത്രങ്ങളിലെ പോലെ. അതുപോലെ വില്ലൻ ക്യാരക്ടർ ഒരു മിസ്കാസ്റ്റ് ആയാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി ഏജ് ആൻഡ് മെച്യൂരിറ്റി ഉള്ള ഒരു നടനെ പ്ലേസ് ചെയ്യാമായിരുന്നു. ബാലചന്ദ്ര മേനോൻ കഴിഞ്ഞാൽ ഒരു ഓറ ഫീൽ ചെയ്ത മറ്റൊരു പെർഫോമൻസ് ആണ് നടി സബിതയുടേത്. ഒരു ന്യൂട്രൽ ഫ്ലോയിൽ പോകുന്ന ഒരു രാഷ്ട്രീയ ചിത്രം. ഈ ചിത്രം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.